ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുമ്പളങ്ങ മോരുകറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ കറി വെക്കാനായിട്ട് കുമ്പളങ്ങയുടെ ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. കഴുകി അരിഞ്ഞു വെച്ച കുമ്പളങ്ങ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. 4 പച്ചമുളക് നടുകീറിയതും, ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും, 1 കപ്പ് വെള്ളവും, ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിലേക്കിട്ട് തിളച്ച് വരുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. കുമ്പളങ്ങ സോഫ്റ്റായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് അരപ്പിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ചിരകിയതും, 1/2 ടീസ്പൂൺ നല്ല ജീരകവും, 3 പച്ചമുളകും, 8 ചുവന്നുള്ളിയും, 4 വെളുത്തുള്ളിയും, ഒരു പിഞ്ച് കഷ്ണം ഇഞ്ചിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഇതിലേക്ക് ഞാൻ വെള്ളത്തിന് പകരം തൈര് 1/2 കപ്പ് ഒഴിച്ച് നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. കുമ്പളങ്ങ വേവിച്ചതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മോര് കറിയിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് തിള വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മോര് കറി നന്നായി തിള വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പില അരിഞ്ഞതും ചേർത്ത് നമുക്ക് മോര് കറി താളിക്കാം. നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.